എല്ലാവർക്കും മോർ ടേസ്റ്റ് ഇൻ ലെസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് പിസ്ത ഐസ്ക്രീം മിക്സ് വെച്ചിട്ട് ഒരു പിസ്ത ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കുകയാണ്. ഇതിനാവശ്യമായ ചേരുവകൾ: ഒരു ഗ്ലാസ് പാല്, കുറച്ച് പഞ്ചസാര, ഐസ്ക്രീം മിക്സ്, പിന്നെ വേണ്ടിയത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇനി ഒരു ഗ്ലാസ് പാല് നമുക്ക് ചൂടാക്കാം. പിസ്ത ഐസ്ക്രീം മിക്സിൻ്റെ 100 ഗ്രാം പാക്കറ്റിൽ നിന്നും ഞാൻ 50 ഗ്രാമേ എടുത്തിട്ടുള്ളൂ, പകുതിയേ എടുത്തിട്ടുള്ളൂ. ഇത് പാലൊരൽപ്പം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചെറു ചൂടായ പാല് നമുക്ക് പിസ്ത ഐസ്ക്രീം മിക്സിലേക്ക് യോജിപ്പിച്ച് കട്ട കെട്ടാതെ ഇളക്കി പാലിലേക്ക് യോജിപ്പിക്കാം. ഇനി ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. കട്ട ഒട്ടും കെട്ടാൻ പാടില്ല. ഇനി നമുക്ക് വേണ്ടിയത് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ്. 3 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ആഡ് ചെയ്തു. ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. ഇനി മധുരം നോക്കിയിട്ട് വേണം നമ്മൾ ഷുഗർ ആഡ് ചെയ്യാനായിട്ട്. മധുരം നോക്കിയിട്ടേ പഞ്ചസാര ആഡ് ചെയ്യാവുള്ളൂ. 3 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഏലക്കാപ്പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കാം. നമ്മുടെ പാലിവിടെ തിളച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം ആ പാലും ഐസ്ക്രീം മിക്സും ഒക്കെ ചേർന്ന് തിളച്ച ആ മിക്സ് നമുക്ക് മിക്സിയിലൊന്ന് പത വരുന്നത് വരെ അടിച്ചെടുക്കാം. 2-3 പ്രാവശ്യം അടിക്കുമ്പോൾ തന്നെ പത വരും. ഞാൻ ഇതിനിടയ്ക്ക് പിസ്തയുടെ പൗഡറും കൂടെ ചേർത്തു. പിസ്ത പൊടിച്ചെടുത്ത പൗഡർ മിക്സിയിൽ ഞാൻ 2-3 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്തപ്പോൾ തന്നെ പത ഫോം ചെയ്തു. പത വന്നു. ഞാനിതിനി ഫ്രീസറിലേക്ക് മാറ്റാൻ പോവുകയാണ്. 3 മണിക്കൂർ ഇത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രീസറിൽ ഇരിക്കട്ടെ. 3 മണിക്കൂറിന് ശേഷം കണ്ടോ, നല്ല വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഫസ്റ്റ് സ്റ്റെപ്പേ ആയിട്ടുള്ളൂ. ഇനി വീണ്ടും നമുക്ക് മിക്സിയിലൊന്ന് അടിച്ച്, വീണ്ടും മിക്സിയിൽ 2-3 മിനിറ്റ് അടിച്ച് പതഞ്ഞ് വരുന്നവരെ അടിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് അടിച്ചാൽ പതഞ്ഞ് വരും. വീണ്ടും ഇത് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ ഒരു 3 മണിക്കൂറും കൂടെ നമ്മളൊന്ന് കീപ്പ് ചെയ്യണം. ഇതാ കണ്ടോ, നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജാണ്. അതിലേക്ക് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഇനി 8 മുതൽ 9 മണിക്കൂർ വരെ ഫ്രീസ് ചെയ്തെടുക്കണം. 8 മുതൽ 9 മണിക്കൂർ വരെ ഫ്രീസ് ചെയ്യുമ്പോഴേ നമുക്ക് കറക്റ്റ് കിട്ടത്തുള്ളൂ. നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു സ്പൂൺ എടുത്തിട്ട് സ്കൂപ്പാക്കി നമുക്ക് സെർവ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ പിസ്ത പീസസും പിസ്ത പൗഡറും വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്.